ഓക്കെ ഗൈസ്, ഇവിടെ ഒരാളിനെ 15 വർഷമായിട്ട് കാണുവാനില്ല. 5 അടി പൊക്കം, വെളുത്ത നിറം, ഒരു ഉടുപ്പും അതിൻ്റെ പുറത്ത് വേറൊരു ഉടുപ്പും അതിൻ്റെ പുറത്ത് 3 കളറുള്ള ഷാളുമാണ് സ്ഥിരം വേഷം. ഇവിടുത്തെ പല ബഹുമുഖ സ്ഥാനങ്ങളും അലങ്കരിക്കുന്ന ഇയാളെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ 5 വർഷം കൂടുമ്പോഴും ഒരു മാസക്കാലത്തേക്ക് ഈ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ഇയാളുടെ പിന്നിൽ ഒരു വലിയ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ലണ്ടനിൽ ജനിച്ച് മുംബൈയിൽ വളർന്ന ഇയാൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ലോക്സഭയ്ക്കൊക്കെ തിരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇയാളെ കണ്ടു കിട്ടുന്നവർ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് വോട്ടുള്ള ആരെങ്കിലും ഒന്ന് അറിയിക്കേണ്ടതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇയാളെ ലാസ്റ്റ് കണ്ടത് ഈ വർഷം ഏപ്രിൽ 24-നോ അതിന് മുമ്പോ ശേഷമോ കണ്ടിട്ടില്ലാത്ത മറ്റൊരാളുമായി JCBയുടെ മുകളിലാണ്. അന്ന് ഇവിടുത്തെ ലോക്സഭാ ഇലക്ഷന്റെ കലാശക്കൊട്ടായിരുന്നു. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ നാട്ടുകാർ ഇക്കാലത്തിനിടയ്ക്ക് ഗൂഗിൾ ചെയ്ത് മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷെ ഇയാൾ 15 വർഷമായിട്ട് എന്നെ പോലെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്ന ഓരോ ആളുകളുടെയും ജനപ്രതിനിധിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇയാളെ കാണാതാവുന്നതിന്റെ ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ 5 വർഷവും ഇലക്ഷൻ നടക്കുമ്പോൾ ഇയാൾ പ്രത്യക്ഷപ്പെടും, പിന്നെ ഇലക്ഷൻ നിൽക്കും, പിന്നെയും ജയിക്കും, വാനിഷ് ആവും. അടുത്ത 5 വർഷം കഴിയും, റിപ്പീറ്റ്. എങ്ങനെ ഇയാൾ ജയിക്കണമെന്ന് മാത്രം ഒരു പിടിയും കിട്ടണം. ഇതൊക്കെ എന്ത്? ഈ അടുത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിരുന്നു. ആമയിഴഞ്ചാം തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു ശുചീകരണ തൊഴിലാളി വേസ്റ്റിനിടയിൽ പെട്ട് മരിച്ചുപോയി. തൊഴിലാളിയെ കാണാതായി 2 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയത്. തിരുവനന്തപുരം മേയറും നമ്മുടെ രാജ്യസഭാ MP A റഹീമും തിരുവനന്തപുരത്തുള്ള മന്ത്രിമാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. രാജ്യസഭാ MP ആയിട്ട് പോലും വിഷയത്തില് A റഹീം റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഒക്കെ നോക്കി നടത്താൻ ഇവരൊക്കെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. അവിടെ വേസ്റ്റ് അടിഞ്ഞുകൂടി ഒരാളുടെ മരണത്തിലേക്ക് നയിച്ചത് റെയിൽവേയുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിലെ വേസ്റ്റ് കാരണമാണ്. കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ കാര്യമാണ്. റെയിൽവേയാണ് ഇക്കാര്യം ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് വേണ്ടി റെയിൽവേയോട് സംസാരിക്കേണ്ടതും ഈ പ്രവർത്തനങ്ങളൊക്കെ നോക്കി നിർത്തേണ്ടതും ആരാണ്? ലോക്സഭാ MP. ആ ആളിന് സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ട് ഇതുവരെ പകൽ വെളിച്ചത്ത് പോട്ട് രാത്രിയിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഈ ആള് സ്വിച്ചിട്ട പോലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല, സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ടായിരുന്നു. അടുത്ത ദിവസം KPCC മീറ്റിംഗുമായിരുന്നു. ഞാൻ വന്നില്ല. ഞാൻ ഉടനെ ഇടപെട്ടു, ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു 2 തവണ. ഒന്ന് ആദ്യ ദിവസം, ഒന്ന് 2ാം ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം. അല്ല പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ലേ? അല്ലാതെ ഇവിടെ ഓരോരുത്തരെ പോലെ അവിടെ പോയി നിന്ന് റെയിൽവേയുടെ അടുത്ത് സംസാരിച്ച് 2 ദിവസം കാര്യങ്ങൾ നോക്കി അയ്യേ ഞങ്ങളെ എലൈറ്റ് ക്ലാസ് നേതാക്കളൊന്നും അങ്ങനെയല്ല. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ട് നമ്മൾ വെളിച്ചത്ത് വന്നിട്ടില്ല. പിന്നെ ഇത്ര സിമ്പിൾ വിഷയം, ആ കോവിഡിനെയും പ്രളയത്തിനൊക്കെ പോസ്റ്റ് ഇട്ട് പ്രതിരോധിച്ച കരുത്തനായ നേതാവിനെ കളിയാക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോ ഈ ആളിനെ 2029 കാണാൻ പറ്റുള്ളൂ. എല്ലാരും ഒരു കാര്യം ചെയ്തു, കേറി ആ ഫേസ്ബുക്ക് പേജ് അങ്ങ് ഫോളോ ചെയ്തു. ഇതുപോലെ കരുത്തുറ്റ പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും മുഴങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അല്ല പിന്നെ ഞാൻ ഒരു പണി ചെയ്യാം, ആ KPCC ഓഫീസിൽ പോയി കൂടോത്രത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. 2 ദിവസമെങ്കിലും ഈ മുതലിനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിലേ നാണക്കേടല്ലേ, വോട്ടറായി പോയില്ലേ.